ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് അനുകൂലമാണ്. ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ്. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവന് പേർ വിളിക്കപ്പെടും. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പേര് ഇമ്മാനുവേൽ എന്നാണ്. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. അത് നമ്മൾ നല്ലവരായതുകൊണ്ടല്ല, ദൈവം നല്ലവനായതുകൊണ്ടാണ്. യേശു കർത്താവ് ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഇരിക്കുകയും അവരോടുകൂടെ ഭക്ഷിക്കുകയും ചെയ്യുന്നത് കണ്ട് ചില മതപണ്ഡിതന്മാർ യേശുവിനോട് ചോദിച്ചു, നീ ദൈവത്തിൻ്റെ പുത്രനെങ്കിൽ ഈ പാപികളോടുകൂടെ എങ്ങനെ നിനക്കിരിക്കാൻ കഴിയുന്നു? പ്രിയപ്പെട്ടവരെ, തിരുവചനം നമുക്ക് നൽകുന്ന വെളിച്ചം ഈ ഭൂമിയിലെ സകല മനുഷ്യരും പാപികളാണ് എന്നാണ്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അതെ, നമ്മളെല്ലാവരും പാപികളാണ്. പാപികളായ നമ്മോടുകൂടി ദൈവം ഉണ്ടെങ്കിൽ അതെങ്ങനെ ശരിയാകും? ദൈവം പരിശുദ്ധനല്ലേ? ദൈവം അത്യുന്നതനല്ലേ? ആ ദൈവം എന്നോട് കൂടെ എങ്ങനെ വസിക്കും? പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. അത് നാം നല്ലവരായതുകൊണ്ടല്ല, ദൈവം നല്ലവനായതുകൊണ്ടാണ്. അവൻ നമ്മുടെ പാപങ്ങളെ ചുമക്കാൻ വന്നവനാണ്. നാം മരിക്കേണ്ടതിന് പകരം നമുക്ക് വേണ്ടി യാഗമാകാൻ വന്നവനാണ്. നമ്മെ രക്ഷിക്കാൻ വന്നവനാണ്. നാം ഓരോരുത്തരും നാശകരമായ കുഴിയിലും കുടഞ്ഞ ചേറ്റിലുമാണ് കിടക്കുന്നതെങ്കിൽ അവൻ ആ കുഴിയിലേക്ക് ഇറങ്ങി വരുന്നവനും ആ ചേറ്റിൽ നിന്ന് നമ്മെ വലിച്ചെടുക്കുന്നവനുമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? നിങ്ങൾ എന്തിനാണ് അധൈര്യപ്പെടുന്നത്? നിങ്ങൾ എന്തിനാണ് നിരാശപ്പെടുന്നത്? ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. എത്ര ആഴമുള്ള കുടഞ്ഞ ചേറാണെങ്കിലും ദൈവം നിങ്ങളെ രക്ഷിക്കും. ഇനി ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് ലോകം വിധി എഴുതുന്ന വിഷയമാണെങ്കിലും അവൻ അടുത്തു വന്നത് രക്ഷിക്കാനാണ്. അവൻ കൂടെ ഇരിക്കുന്നത് വിടുവിക്കാനാണ്. അവൻ കരം പിടിച്ചിരിക്കുന്നത് നിത്യതയിൽ കൊണ്ടുപോകാനാണ്. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ തെളിവെന്താ? ദൈവം നമുക്ക് അനുകൂലമാണ് എന്നുള്ളതിൻ്റെ തെളിവെന്താ? ആ അനുകൂലത കാണണമെങ്കിൽ നിങ്ങൾ കാൽവറിയിലേക്കൊന്ന് നോക്കണം. സ്വന്തം പുത്രനെ ആദരിക്കാതെ പിതാവായ ദൈവം നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നു. നമുക്ക് തന്നതാ, നിങ്ങൾക്ക് തന്നതാ. യേശുവിനെ നിങ്ങൾക്ക് വേണ്ടിയാ യേശു വന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ് അവൻ ക്രൂശിൽ മരിച്ചത്. വിശ്വസിക്ക്, ദൈവം കൂടെയുണ്ട്. ഇന്ന് പകൽ നിന്നെ തളർത്തുന്ന വിഷയത്തിൽ ദൈവം ഇടപെടാൻ പോവുകയാ. നാളുകളായി കാലുകൾ ഉറയ്ക്കാൻ കഴിയാതെ ഇടവിടാതെ വീണുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ദൈവം ഇടപെടാൻ പോവുകയാ. എന്തിനാണ് അവൻ കൂടെ ഇരിക്കുന്നത്? നിന്നെ ഉറപ്പിക്കാനാ, നിന്നെ ശക്തീകരിക്കാനാ, നിന്നെ സഹായിക്കാനാ, മുൻപോട്ട് കുതിക്കുവാൻ നിന്റെ കാലുകൾക്ക് മാൻപേടക്കാൽ പോലെ വേഗത നൽകാനാണ് അവൻ കൂടെ ഇരിക്കുന്നത്. യേശുവിൻ്റെ രക്തം നിങ്ങളെ ശുദ്ധീകരിക്കും. യേശുവിൻ്റെ രക്തം നിങ്ങളെ സഹായിക്കും. യേശുവിൻ്റെ രക്തം നിങ്ങളെ ശക്തീകരിക്കും. തിരുമുൻപിൽ നിൽക്കുവാനുള്ള പ്രാപ്തി നൽകും. നിങ്ങൾ ഭാരപ്പെടണ്ട.
നിങ്ങൾ തളർന്നു പോകാൻ അവൻ സമ്മതിക്കില്ല. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല. പുകയുന്ന തിരി അവൻ കെടുത്തി കളയുകയില്ല. നീ നഷ്ടപ്പെടാൻ അവൻ സമ്മതിക്കില്ല. അവൻ കഷ്ടപ്പെട്ടത് നിന്നെ നഷ്ടപ്പെടുത്താനല്ല, അവൻ കഷ്ടപ്പെട്ടത് നിന്നെ സ്വന്തമാക്കാനാണ്. ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ്. ഇന്നത്തെ നിങ്ങളുടെ അസാധ്യതകളെ നോക്കി, നിരാശപ്പെടുത്തുന്ന കുറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങളെല്ലാം നോക്കി നിങ്ങൾ ആ കാൽവറി ദർശനം കണ്ട് പറയണം, എൻ്റെ ദൈവത്തിന് എന്നോട് സ്നേഹമാണ്. ഞാൻ എത്ര അകന്നു പോയാലും അവൻ എന്നെ വിട്ടകലില്ല. ഞാൻ എത്ര ദൂരെ പോയാലും അവൻ എന്നെ തേടി വരും. ചങ്കിലെ ചോര തന്നാണ് അവൻ എന്നെ വിളിച്ചത്. എൻ്റെ ദൈവം എനിക്ക് അനുകൂലമാണ്. ഞാൻ നഷ്ടപ്പെടില്ല. എൻ്റെ കുടുംബം നഷ്ടപ്പെടില്ല. എൻ്റെ തലമുറകൾ നഷ്ടപ്പെടില്ല. എൻ്റെ കർത്താവ് ക്രൂശിൽ പിടഞ്ഞത് എനിക്ക് വേണ്ടിയാണ്. അവൻ കണ്ണുനീരൊഴുക്കിയത്, അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളി പോലെ ആയത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ നഷ്ടപ്പെടില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടില്ല. നിങ്ങൾ പറ, ക്രൂശ് നോക്കിയിട്ട് പറ, ആ കഷ്ടപ്പാട് നോക്കിയിട്ട് പറ, ആ അധ്വാനം നോക്കിയിട്ട് പറ, നഷ്ടപ്പെടില്ലെന്ന്. നഷ്ടപ്പെടില്ല. യേശു പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ തള്ളിക്കളയില്ല. പിതാവ് എനിക്ക് തന്നതിൽ ഒന്നിനെയും ഞാൻ തള്ളിക്കളയാതെ ഒടുക്കത്തെ നാളിൽ ഞാൻ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും. വിശ്വസിക്കുക, ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.